ഹായ് ബബ്ലൂസ്. അങ്ങനെയാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ നിൽക്കുന്നത് എവിടെ ക്ലിഫിൽ? അങ്ങനെ വർക്കല ക്ലിഫിൽ ഞങ്ങൾ വീണ്ടും കറങ്ങി വന്നിരിക്കുവാണ്. കോവളം കഴിഞ്ഞ് കോളം വെച്ച് കഴിഞ്ഞ് നേരെ വർക്കല ക്ലിഫിൽ വന്നതാ. ഇത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ആലപ്പുഴയ്ക്ക് വെച്ച് വിടും ഞങ്ങളുടെ വീട്ടിലോട്ട്. കുറെ ദിവസത്തെ കറക്കം കഴിഞ്ഞ് ഇനി വീട്ടിൽ പോവാണ് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ പറയാം, സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കേട്ടല്ലോ? ബെല്ലൈക്കൻ അടിക്കണം കേട്ടോ. എപ്പോഴും ഇത് മാത്രമേ പറയുള്ളൂ, വെള്ളൈക്കൻ എന്ത് മന്ത്രം ചൊല്ലി വെച്ചേക്കുവാണ്. അപ്പം ഗോവയല്ലല്ലോ, ഗോവയാണ് വായിൽ വരുന്നത്. എന്നാലും വർക്കല ക്ലിഫ് അല്ലെ, വർക്കല ക്ലിഫില് എന്തൊക്കെയുണ്ട്, എവിടെയൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്? വൈകുന്നേരം രാത്രിയൊക്കെ ഇവിടെ ഭയങ്കര രസമാണ്. അപ്പൊ ഞങ്ങള് രാത്രി ആകാനും നിക്കുന്നില്ല. നമ്മളിപ്പോ വന്നപ്പം പകലും അല്ല, ആ ഒരു വെട്ടത്തിൽ ഇങ്ങനെ നിക്കുവാണ് കേട്ടാ. രണ്ടിലും ഇടയ്ക്കുള്ള ഒരു കാഴ്ചയായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. നല്ല കാഴ്ചയാണ്. വർക്കല ക്ലിഫ് ബീച്ച് അടിപൊളിയല്ലേ. ക്ലിഫിലാണ് നമ്മൾ നിക്കുന്നത് അല്ലേ? അതെ. ഓക്കെ, താഴത്താണ് ഈ കാണുന്ന ബീച്ച്. സാധാരണ ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്ന ഫോറിനേഴ്സ് ആണ് കേട്ടോ ഈ ബീച്ചിൽ. പക്ഷെ ഇത്തവണ ഇന്ത്യൻസ് ആണ് കൂടുതൽ. അങ്ങനെ ആദ്യമായിട്ട് കണ്ടില്ല. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട് കേട്ടോ. ഇവിടെ എന്തായാലും ഇച്ചിരിയൊക്കെ ഗസ്റ്റ് ഉണ്ടായിരിക്കത്തില്ല. എന്തായാലും ഇവിടെ ഗസ്റ്റ് ഉണ്ട് അല്ലേ? തിരക്കൊക്കെ ഉണ്ട്, അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. എന്നിട്ട് നമുക്ക് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാം. അപ്പം നമുക്ക് അങ്ങോട്ട് പോയി ഇനി വർക്കല ക്ലിഫിലെ കാഴ്ചയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങനെ നമ്മള് കേരളത്തിലെ മിനി ഗോവയിൽ വന്നേക്കുവാണ് ബബ്ലൂസേ. ഇത് അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത് കേട്ടാ. ഈ വർക്കല ക്ലിഫിനെ അറിയപ്പെടുന്നത് തന്നെ കേരളത്തിലെ മിനി ഗോവ എന്നാണ്. ശരിക്കും പറഞ്ഞ ഒരു ഗോവയുടെ ഫീലാണ് നമുക്ക് ഇതിലെ കൂടെ വരുമ്പോഴും ഇവിടെ വരുമ്പോഴും കിട്ടുന്നത്. എന്റെ പൊന്നോ, ഒരു ഭയങ്കരം തന്നെയാണ് കേട്ടാ. കണ്ടോ, അത്രക്ക് വെറൈറ്റി പൊളി സ്ഥലമാണ്. ഇത് കണ്ടാ, ഇവിടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോവയിൽ ഇതുപോലെ തന്നെയാണ്. എല്ലാ റെസ്റ്റോറന്റിന്റെ വാതിക്കലും ഇതുപോലെ ഫ്രഷ് മീൻ ഇങ്ങനെ നിരത്തി വെച്ചേക്കുവാണ് കേട്ടോ. നമ്മൾ പറയുന്ന രീതിയിൽ അവര് കുക്ക് ചെയ്ത് തരും. ഓരോ റെസ്റ്റോറന്റുകാര് തമ്മിൽ ഭയങ്കര കോമ്പറ്റീഷനാണ്. എങ്ങനെയെങ്കിലും വരുന്ന ഈ ഇതൊക്കെ കാണാൻ വരുന്നവരെ എങ്ങനെയെങ്കിലും നമ്മുടെ റെസ്റ്റോറന്റിൽ കയറ്റി ഫുഡൊക്കെ കഴിപ്പിക്കുക എന്നാണ്. പഞ്ഞവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സീസണിൽ കിട്ടുന്ന ഒരു വരുമാനം മാത്രമേ ഉള്ളൂ കേട്ടോ. പറയാതിരിക്കാൻ വയ്യ. പൊളി വൈബാണ്, അടിപൊളി വൈബ് കേട്ടോ. കേരളത്തില് പോകാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസ് വർക്കല തന്നെ. എന്നോട് ചോദിക്കുക എവിടെയാണ് കേരളത്തിൽ പോകേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ പറയുന്നത് എനിക്ക് വർക്കല ക്ലിഫിൽ പോയാൽ മതി എന്നാണ്. കാരണം ഇങ്ങനെ ഒരു ബീച്ച് ഇല്ലല്ലേ, ക്ലിഫ് ഉള്ള ഒരു ബീച്ചില്ല. അതല്ലാതെ കാണാൻ മാത്രം, എൻജോയ് ചെയ്യാൻ മാത്രം, നൈറ്റ് ലൈഫ് ആയാലും അല്ലാത്ത സമയമായാലും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഉണ്ട്. കാണാനും മാത്രമുണ്ട്. നമ്മൾ എത്ര കേട്ടാലും മടുക്കത്തെ. ഇതുപോലെ കിലോമീറ്ററോളം നമ്മളിങ്ങനെ നടക്കണം ഈ സൈഡിൽ കൂടെ. നമ്മുടെ കാലൊക്കെ അങ്ങോട്ട് കുഴയും കേട്ടാ. അതിന് മാത്രം നടക്കാനുണ്ട്. ഇത് കണ്ട ബീച്ച് കണ്ട. ഇവിടെ ഇന്ന് ബീച്ച് ആസ്വദിക്കാൻ വേണ്ടി പറ്റും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറയെ ആൾക്കാർ ബീച്ചിലോട്ട് ഇറങ്ങി. ഇതൊന്നും അല്ല, ഇനി അങ്ങോട്ട് കാണാൻ കിടക്കുന്നേ ഉള്ളു മക്കളെ. പൊളി സംഭവമാണ്. പിന്നെ നമ്മൾ ഇതിലോട്ട് ഇറങ്ങി പോകുന്നത് കുറച്ച് റിസ്ക് ആണ്. കുറെ പടികളുണ്ട് കേട്ടോ ഇതിലേക്കൂടെ പോവാണെങ്കിൽ. അല്ലെങ്കിൽ നമ്മൾ അപ്പുറത്തെ സൈഡിൽ കൂടെ ബീച്ചിലോട്ട് ഇറങ്ങാൻ പടിയൊക്കെ കേട്ടിട്ടില്ലേ? അതൊന്നും ഒന്നുമല്ലോ ബ്ലൂസ്. അതേപോലെയാണ് ഇറക്കവും കയറ്റും. പിന്നെ ഇവിടെയാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് മുമ്പ് അപകടം ഉണ്ടായത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അത് ഉണ്ടാകുന്നൊന്നും എനിക്കറിയത്തില്ല, അങ്ങോട്ട് പോകാത്തതുകൊണ്ട് കേട്ടോ. ഇവിടെ മൊത്തം റിസോർട്ടുകള്, കോട്ടേജുകള്, ഹട്ടുകളൊക്കെ ഉണ്ട്. നമ്മളിവിടെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ തന്നെ ക്ലിഫിൽ തന്നെ താമസിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് ഏറ്റവും ബെറ്റർ. കുറച്ചങ്ങോട്ട് മാറിയിട്ട് ഒരുപാട് ഹോം സ്റ്റേ റിസോർട്ടൊക്കെ ഉണ്ട്. റേറ്റും കുറവായിരിക്കും. പക്ഷെ ഇതായിരിക്കും ഏറ്റവും അടിപൊളി എന്ന് ഞാൻ പറയത്തുള്ളൂ കേട്ടോ. പിന്നെ ന്യൂ ഇയർ സമയത്ത് വരാതിരിക്കുന്നതാണ് നല്ലത്. ഇവിടുത്തെ റേറ്റ് 10,000, 15,000, 10,000 ഇവിടെ കിട്ടത്തില്ല. ഏറ്റവും കൂടുതൽ പിന്നെ 25,000 രൂപയെങ്കിലും വേണം ഒരു റൂം എടുക്കണം. പിന്നെ കുറച്ചങ്ങോട്ട് മാറിയാലും 15,000, 10,000 ഒക്കെയാണ്. അല്ലാത്ത സമയത്ത് ഒരു സമയം ഉണ്ടല്ലോ, ആ സമയത്ത് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇത് കണ്ട, ഇതൊരു റിസോർട്ടാണ് കേട്ടോ. ഇതുണ്ട, എന്തായാലും ഒരുപാട് റിസോർട്ടുകളുണ്ട്, റെസ്റ്റോറന്റുകളുണ്ട്. റെസ്റ്റോറന്റ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പിന്നെ ഷോപ്പിംഗ് ഏരിയ ഉണ്ട് ഒരുപാട്. അപ്പം ഇത് കണ്ട, ഇപ്പം ഓഫ് സീസൺ ആണ്. അപ്പൊ ഓഫ് സീസൺ ആയിട്ട് പോലും ഇത്രയും തിരക്കാണ്. അപ്പൊ സീസൺ ടൈമിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല. പ്രത്യേകിച്ച് ന്യൂ ഇയറിന്റെ സമയത്തൊക്കെ ഈ വഴി കൂടെ നമുക്ക് നടക്കാൻ പറ്റത്തില്ല. അപകടമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇതൊരു മലയല്ലേ, അപ്പൊ മലയുടെ സൈഡിൽ കൂടെ അത്രയ്ക്ക് ഇടിയാണ് ഇതിലെ കൂടെ പോകാൻ തന്നെ. അപ്പൊ പിന്നെ ഇത് കണ്ട,
ഇതുപോലുള്ള കുറെ റെസ്റ്റോറന്റുകളുണ്ട് ഇവിടെ. ഇന്ന് നമുക്ക് ബീച്ചൊക്കെ ആസ്വദിച്ച് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ എൻജോയ് ചെയ്തിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റും. പിന്നെ സിൽവറിന്റെ പ്രോഡക്റ്റുകളൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലോ, അവർക്കൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ ഇവിടുന്ന് വാങ്ങിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇത് കണ്ടോ, നിറയെ നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സുകളും എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും അല്ലേ സ്വര? പിന്നെ എല്ലാ ഒരുപെട്ട എല്ലാ ഐറ്റങ്ങളും ഉണ്ട് ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ ഇത് കാണുമ്പോ അയ്യോ വില കൂടുതലാന്ന് പേടിക്കേണ്ട ആവശ്യം. ആദ്യമൊക്കെ അവർ കാണുമ്പോ നമ്മളെ കൂട്ടി പറഞ്ഞാലും പിന്നെ നമുക്ക് കുറച്ച് വാങ്ങിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഗോവയിൽ പോകുമ്പോ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ. സായിപ്പന്മാരും മദാമ്മമാരും ഒക്കെ കച്ചവടക്കാര്. അതെ, പിന്നെ നമുക്ക് ഇവിടെ ഞാൻ പിന്നെ കാണുന്നത് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ. ഇത് കണ്ട സിൽവറിന്റെ കുറെ പ്രോഡക്റ്റ്, ഇപ്പോഴത്തെ ട്രെൻഡ് ആണല്ലോ നമ്മുടെ സിൽവറിന്റെ ആഭരണങ്ങളല്ലേ എല്ലാരും ഇവിടെ. ഇത് കണ്ട, അയ്യോ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കി ഇതിലെ കൂടെ ഒക്കെ ഇടയ്ക്കൊക്കെ പണിയിട്ടിട്ടുണ്ട് ബീച്ചിലോട്ട് ഇറങ്ങി പോകാൻ വേണ്ടി കേട്ടോ. ഇത് കണ്ട, ഇതൊരു കടമ്പ തന്നെയാണ് കേട്ടാ. അങ്ങോട്ട് കേറാനും ഇങ്ങോട്ട് തിരിച്ച് നമ്മൾ കയറി വരാനും അങ്ങോട്ട് പോകാനൊക്കെ ഭയങ്കര പാടാണ്. ഇതിനെക്കാട്ടിയും നല്ലത് നമ്മൾ അപ്പുറത്തോടെ കറങ്ങി ബീച്ചിലോട്ട് പോകുന്നതായിരിക്കും. ഇഷ്ടം പോലെ ആൾക്കാർ ബീച്ചിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഓഫ് സീസൺ ആയിട്ട് പോലും ഭയങ്കര തിരക്കാണ്. എന്തു തന്നെയാണേലും നമ്മുടെ ഗോവയിൽ വരുന്ന ഒരു ഫീലാണ് നമുക്ക് ഇവിടെ വരുമ്പോ കിട്ടുന്നത് തന്നെ. അപ്പൊ നമ്മൾക്ക് ഗോവയിൽ പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നാൽ മതി. ഇപ്പൊ ഈ ഒരു ഇങ്ങനെ ഒരു ഇതാണെങ്കിൽ നമ്മൾ സീസൺ ടൈമിൽ നമുക്ക് ചിന്തിക്കുന്നതിനെക്കാട്ടി അപ്പുറമായിരിക്കും. എന്തായാലും ദാഹിച്ച് പറഞ്ഞിട്ട് വയ്യല്ലേ എന്തായാലും ഒരു സ്പ്രൈറ്റ് എടുത്തു. സ്പ്രൈറ്റ് കുടിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം, നമ്മൾ ദാഹിക്കുമ്പോ ഇങ്ങനെയുള്ളൊരു സാധനങ്ങളൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും പിന്നെയും കുടിക്കാനായിട്ട് തോന്നും. ഇപ്പൊ ഞങ്ങള് സത്യം പറഞ്ഞ ഒരു 10 എണ്ണെങ്കിലും കുടിച്ചു കേട്ടോ. എന്നിട്ട് നമുക്ക് വേറെ രക്ഷയില്ല, ഇത് കുടിക്കാൻ തന്നെ തോന്നും. അതാണ് ഒരു പ്രത്യേകത. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഭയങ്കര വിലയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ ഒന്നും കിട്ടത്തില്ല. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ബീച്ച് സൈഡുമാണ്, ഇതുപോലുള്ള ടൂറിസ്റ്റ് പ്ലേസ് അല്ലേ. അപ്പം എല്ലായിടത്തെക്കാട്ടി വില കൂടുതലായിരിക്കും. എങ്കിലും നമ്മളിതൊക്കെ വാങ്ങിച്ച് കുടിക്കാതിരിക്കത്തില്ലല്ലോ. ഒരു കാര്യമുണ്ട്, യാത്ര പോകുമ്പോഴത്തേക്ക് എപ്പോഴും തണുപ്പൊന്നും ഇല്ലാത്ത സാധാരണ കുടിക്കുക ചെയ്യാം. ഇത് കണ്ട, ഇതൊക്കെ റെസ്റ്റോറന്റുകളാണ് കേട്ടാ. ഓരോ സൈഡിൽ നിന്നും ബീച്ച് നമ്മളിങ്ങനെ നോക്കുമ്പോ, ബീച്ചിലോട്ട് നോക്കുമ്പോ തന്നെ നമുക്ക് പല രീതിയിലായിരിക്കും അത് ആസ്വദിക്കാൻ പറ്റുന്നത് തന്നെ. എന്നാ സെറ്റപ്പാണെന്ന് അറിയാം. എന്തായാലും കാശ്മീർ വെള്ളം കുടിച്ചു ഒരു പരുവായിട്ടുണ്ട്. ഈ ചൂടൊക്കെ ആണെങ്കിൽ നടക്കുന്ന നമ്മള് തളരും. അതെ, പിന്നെ ഇത് കണ്ട, ഇത് നോക്കിയേ നിങ്ങള്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, പെണ്ണുങ്ങൾക്ക് ഇത് കാണുമ്പോ തന്നെ ഭയങ്കര കൊതി വരും കേട്ടോ. കൊതിച്ചാൽ മാത്രം പോരാ, നമ്മള് വാങ്ങിച്ചിടുക. എന്തായാലും നല്ല സാധനമാണ്, ലോക്കൽ സാധനമൊന്നും അല്ല. കാണുമ്പോൾ തന്നെ അറിയാം ധാരാളം ഫോറിനേഴ്സ് വരുന്ന ഒരു സ്ഥലമാണ് ഈ വർക്കല ക്ലിഫ് എന്ന് പറഞ്ഞത്. അവരോട് ചോദിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കേരളത്തിലുള്ള സ്ഥലങ്ങൾ പറയാൻ പറഞ്ഞാൽ അവർ പറയും ഒന്ന് ആലപ്പുഴയും പറയും, ഒന്ന് വർക്കല ക്ലിഫും പറയും. ഞാൻ ഫോർട്ട് കൊച്ചി പോകുന്നവരും ഉണ്ട് കേട്ടാ. ഫോർട്ട് കൊച്ചിയിലുണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ. ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് കോരി വന്നിട്ട് പോയി കേട്ടാ. ഒരു ഭംഗി, എന്താ രസം. പ്രത്യേകിച്ച് ബാഗൊക്കെ ഉണ്ടാ. നമ്മുടെ ചണ ഇല്ലേ, ചണയൊക്കെ കൊണ്ടുണ്ടാക്കിയ ബാഗുകളാണ്. നമ്മുടെ കയറ് വെച്ചുണ്ടാക്കിയത്, ചണ ഉണ്ടാക്കി. ഇതൊക്കെ നമുക്ക് വല്ലപ്പോഴൊക്കെ ഇതുപോലെ ഈ മീനിന്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാ നമ്മള് പറയാം ഓലക്കുട മീൻ. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. വലിയ മീനാണ് വെച്ചേക്കുന്നത്. ഞാൻ പറഞ്ഞില്ല റെസ്റ്റോറന്റിന്റെ വാതിക്കൽ ഇതുപോലെ വെച്ചേക്കുന്നത് കണ്ടോ. ഈ റെസ്റ്റോറന്റൊക്കെ കാണാൻ എന്നാ ഒരു ഭംഗിയാണെന്ന് വെച്ചാൽ നമ്മൾ വന്നപ്പോ തന്നെ അവര് പറഞ്ഞു മോളിൽ പോയിരുന്നു എല്ലാം ഉണ്ട്, അതുണ്ട് ഇതുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. നമുക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് തോന്നിയ സ്ഥലത്ത് കയറി കഴിച്ചാൽ മതി. ആദ്യം തന്നെ കയറി ഒരിടം കാണുമ്പോ കയറിയൊന്നും ഇരിക്കേണ്ട, ഒരുപാടുണ്ട് അങ്ങോട്ട്. നമ്മള് തന്നെ മടുത്തിട്ട് നമ്മള് തിരിച്ചു പോയോ എനിക്കിനി നടക്കാൻ പോയത്. ഇതേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ ഉണ്ട് കേട്ടാ. അപ്പം നമ്മള് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് ആസ്വദിക്കേണ്ടവർക്ക് ഫുഡ് ആസ്വദിക്കാം, ബീച്ച് കാണാവുന്നവർക്ക് ബീച്ച് കാണാൻ, അതുകൂടെ ഇതുപോലെ പർച്ചേസ് ചെയ്യേണ്ടവർക്ക് പർച്ചേസ് ചെയ്യാം. എല്ലാം കൊണ്ട് ഒരു അടിപൊളിയാണ്. നൈറ്റ് ലൈഫാണ് ഇതിനെക്കാട്ടി സെറ്റപ്പ് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് ഓഫ് സീസണിനെക്കാട്ടി കൂടുതൽ വലിയ സീസൺ ടൈമിലല്ലാതെ ഒരു മീഡിയം ലെവലിലെ സീസൺ ടൈം ആകുമ്പോൾ നിങ്ങൾ വരാൻ ശ്രമിക്കുക. അപ്പൊ ഇത്രയും ദൂരം നടന്നപ്പോ തന്നെ നമ്മൾ കുഴഞ്ഞല്ലേ. ഇനി നമുക്ക് തിരിച്ചു പോവാന്ന് ഇങ്ങനെ പറയും. ഞാൻ പറഞ്ഞു നിക്കി ഇനിയുണ്ട് ഇതിനെക്കാട്ടി അടിപൊളിയായിട്ട് കാണാൻ അങ്ങോട്ട് അങ്ങോട്ട് പോകുന്നതോറും പിന്നെയും. അതെ അതെ, ഇപ്പൊ ഇത് കണ്ട വ്യൂ ആണ് അല്ലേ, എന്നാ ഒരു ഭംഗിയാണെന്ന്. അയ്യോ ഇത് കണ്ട, ഇതൊക്കെ ഇവിടെയൊക്കെ നിറയെ റിസോർട്ടുകളാണ്. ചെയ്തോണ്ടേ ഇരിക്കുവോ.
സീസൺ ടൈമിൽ എന്റെ പൊന്നോ നമ്മളെ പോലെ വിളിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പരിസരത്ത് പോലും പറയാൻ തിരക്കുമാണ്, റേറ്റ് കൂടുതലാണ്. സൂര്യാസ്തമയൊക്കെ കാണാൻ പറ്റിയ സ്ഥലം അല്ല, നമുക്ക് സൂര്യോദയം കാണാം, സൂര്യാസ്തമയം കാണാം. അതാ ഇവിടുത്തെ ഒരു പ്രത്യേകത. ഇവിടെ ഇന്നോട്ട് തന്നെ ബീച്ചിലോട്ട് ഇറങ്ങണമെന്ന് ഇല്ല. ഇത് കണ്ട നല്ലൊരു വീഡിയോ കേട്ടാ. ഇതുപോലുള്ള എന്തൊക്കെ സാധനങ്ങളാണ് ഇവിടെ കിടക്കുന്നത്. കണ്ട നല്ല നല്ല കുട്ടികൾ, ഡ്രസ്സുകളൊക്കെ. ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോ നമുക്ക് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ കാണുമ്പോൾ വാങ്ങിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് എല്ലായിടത്തൊന്നും നല്ല നല്ല കിട്ടത്തില്ല കേട്ടോ. നല്ലതാണ്. നമുക്ക് കൂടുതൽ വാങ്ങിക്കാൻ പറ്റത്തില്ലല്ലോ, കാരണം നമുക്ക് ട്രാവലിംഗിൽ വെയിറ്റ് കൂടാൻ പാടില്ല. നമ്മള് ഇങ്ങനെ ഒരു സ്ഥലം കയറി പിന്നെ ഇവിടെ ധനുഷ്കോടിയൊക്കെ കയറി വരില്ല. ഇത് കണ്ട നല്ല രസമുണ്ട് കേട്ടോ. സൂപ്പർ സാധനം. നല്ല ചെയിനുണ്ട്, കാലിൽ ഇടുന്നയുണ്ട്. ഇതൊക്കെ വെറൈറ്റിയാണ്. അതൊരു റിസോർട്ടാണ്. എന്തായാലും അടിപൊളി കാഴ്ചകള്. എന്തായാലും ഒന്നും പറയാനില്ല. എനിക്ക് നേരത്തെ വന്നതിനെക്കാട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനിയിപ്പം പക്ഷെ നമ്മള് കോളത്ത് പോയപ്പോ മാത്രം പണ്ട് കണ്ട കോളയല്ല, അത് കണ്ടപ്പോ രസമായിരുന്നു. പേര് കേൾക്കാൻ തന്നെ ഒരു സുഖമായിരുന്നു. ഇതൊക്കെ കണ്ടിട്ട് അയ്യോ എനിക്ക് കൊതി വന്നിട്ട്. എന്തായാലും ഇവിടുന്ന് എന്തെങ്കിലും ഞാൻ വാങ്ങിച്ചിട്ട് പോകത്തുള്ളൂ കേട്ടോ. ഇവിടെ നിറയെ പേഴ്സൊക്കെ ഇരിപ്പുണ്ട്. അപ്പൊ അവര് കൂടുതൽ വിലയൊക്കെ ഇങ്ങനെ ആദ്യമൊക്കെ പറയും. പിന്നെ ഓഫ് സീസൺ ആയതുകൊണ്ട് ഒന്നും കൂടെ കുറച്ച് തരും കേട്ടോ. പക്ഷെ ഈ ഗോവയിൽ ഈ റേറ്റ് തന്നെയാണ് ഇതിനൊക്കെ പറഞ്ഞു കേട്ടോ. എന്താണേലും ആദ്യം നമ്മളൊന്ന് വാങ്ങിക്കുവല്ലേന്നൊക്കെ അവര് നോക്കും. അതെ. പക്ഷെ എന്തായാലും ഞാനൊരു കാര്യം പറയട്ടെ പ്ലസ്, നമ്മള് ഓൾ ഇന്ത്യ ട്രിപ്പ് പോകുന്നതിന് മുമ്പ് ഒരു ദിവസം ഇവിടെ താമസിച്ചിട്ട് പോകും. എന്തായാലും 1-2 സ്ഥലത്ത് താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. വീഡിയോ ഒന്നും എടുക്കാതെ ഇങ്ങനെ ചുമ്മാ ആസ്വദിക്കാൻ വേണ്ടി. എന്തായാലും ഞാൻ ഇത് 2 വാങ്ങിക്കുകയാണ് കേട്ടോ. അവര് 200 ഇങ്ങനെ പറഞ്ഞു. 200 ആദ്യം 300 പറഞ്ഞത്. പിന്നെ അത് കുറച്ച് പൈസക്കൊക്കെ തന്നു കേട്ടോ. ഈ ഒരു സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളി. അപ്പൊ എല്ലാവർക്കും വർക്കല ക്ലിഫിലെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ കാണുന്നവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.